ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരൊറ്റ ഉരുളക്കിഴങ്ങാണ്. ഇത് പുഴുങ്ങിയിട്ടൊന്നുമില്ല. ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് വരാം. അധികം ചേരുവകളൊന്നും ഇല്ല. വീട്ടിൽ കാണുന്ന ചേരുവകൾ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നിച്ചിട്ട് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്തിട്ട് വരാം. അങ്ങനെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് ചിരണ്ടി എടുക്കണം. അപ്പോൾ നമുക്ക് കുഞ്ഞായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചിരണ്ടി എടുക്കാൻ പറയുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് ചിരണ്ടി എടുത്തിട്ട് വരാം. ഇപ്പം ഞാനങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. അതൊന്നും ഞാൻ പിഴിഞ്ഞ് മാറ്റിയിട്ടില്ല. ഇനി നമുക്കിതിലോട്ട് ആവശ്യമുള്ളത് ഒരു ചെറിയ കുഞ്ഞു സവാള ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചതാണ്. ഇപ്പം ഞാനിതെല്ലാം എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഒന്നിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. അല്ലാതെ ഓരോന്നും വഴറ്റിയെടുത്തിട്ട് സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. ഇതിനായിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ 2 തരത്തിലുള്ള ജീരകം എടുത്തിട്ടുണ്ട്. വലിയ ജീരകവും ചെറിയ ജീരകവും. അതും ഒരു കാ ടീസ്പൂണിൽ താഴെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ഒരു 1/4 ടീസ്പൂണും താഴെ എടുത്തിട്ടുണ്ട്. അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. പിന്നെ എരിവിനായിട്ട് ഇപ്പോൾ ഞാൻ 1 ടീസ്പൂണ് ചതച്ച മുളകാണ് ചേർക്കുന്നത്. വേറെ മുളകൊന്നും ഞാൻ എരിവിനായിട്ട് ഇതൊന്നും ചേർക്കുന്നില്ല. നമുക്കെല്ലാം കൂടി പെട്ടെന്ന് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. പിന്നെ മുളക് പൊടി, മഞ്ഞൾ അതൊന്നും ഞാൻ ഇതിൽ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ട് ഒരു നുള്ള് ഗരം മസാല ചേർത്ത് കൊടുത്താലും നല്ലതാണ്. ഇപ്പോൾ ഞാൻ ഇതിൽ ചേർക്കുന്നില്ല. പിന്നെ ഞാൻ ഇതിന് ആവശ്യമുള്ളത് 1/4 ടീസ്പൂണ് സാമ്പാർ പൊടിയാണ്, അതും ചേർക്കാം. പിന്നെ ഒരല്പം കായവും ചേർക്കുക. കാരണം ഇത് ഉരുളക്കിഴങ്ങല്ലേ, അപ്പോൾ അതിന് ഗ്യാസിൻ്റെ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കായവും കൂടി ചേർക്കുന്നത്. എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അത്രയും മതി. അതൊന്ന് ചൂടായിട്ട് കിട്ടണം. ചൂടായതിന് ശേഷം നമുക്ക് നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് സവാളയുടെ കൂട്ടുണ്ടല്ലോ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം നമുക്കിതൊന്ന് ഒന്ന് വാട്ടിയെടുക്കാം. ഈ ഉരുളക്കിഴങ്ങും ഈ സവാളയൊക്കെ ഒന്ന് തളർന്ന് കിട്ടിയാൽ മാത്രം മതി. അധികം കൂടുതൽ വേവേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കാരണം അത്രയും നേരിയതായിട്ടാണല്ലോ നമുക്ക് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ കിഴങ്ങൊക്കെ നല്ല ഒരുവിധം വെള്ളമൊക്കെ വറ്റിയിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് ഒന്ന് മൊരിഞ്ഞ് വരുന്നുണ്ട്. പാനിൽ നിന്ന് വിട്ട് വരുന്ന പാകമാകുമ്പോൾ നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് 1 കപ്പ് മൈദപ്പൊടിയാണ് ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം ഗോതമ്പിൻ്റെ പൊടി എടുത്താലും മതി. ഇപ്പോൾ ഞാനിവിടെ മൈദയിലാണ് ഇത് തയ്യാറാക്കുന്നുള്ളത്. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ മാത്രം ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം. അത്രയും മതി. ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. കൈവച്ചിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് ചപ്പാത്തിക്ക് പൂരിക്കൊക്കെ കുഴക്കുന്നത് പോലെ ഒരു മാവാക്കി മാറ്റാം. ഇത് ഇപ്പോൾ നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് ഇതേപോലെ കിട്ടണം. ഇനി നമുക്ക് ഇതിനെ ഓരോ കുഞ്ഞു ബോളാക്കിയിട്ട് മാറ്റാം. ഇതേപോലെ എത്രത്തോളം നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത്ര പൊടി എടുത്താൽ മതി കേട്ടോ. നമുക്കിങ്ങനെ കുഞ്ഞു ബോളാക്കിയിട്ട് മാറ്റിയെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നുണ്ടെങ്കിൽ റെസിപ്പി ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പോരാത്തതിന് ഇതുപോലെ ഈസി റെസിപ്പികൾ ഒത്തിരി എൻ്റെ ചാനലിലുണ്ട്. അതൊക്കെ ഒന്ന് കാണാനും മറക്കരുത്. ഇപ്പോൾ ഞാനിപ്പോൾ 5 എണ്ണം തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് പരത്തിയെടുക്കണം. പൂരിക്ക് പരത്തുന്നത് പോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. നമുക്കിതിനൊന്ന് പരത്തിയെടുക്കാം. പൂരി വലുപ്പത്തിലൊന്ന് പരത്തിയെടുത്താൽ മതി. കൂടുതൽ പരത്തേണ്ട ആവശ്യമില്ല. വളരെ സോഫ്റ്റായിട്ട് തന്നെ കിട്ടും നമുക്ക്. കാരണം ഇത് കുഴക്കുമ്പോൾ നമ്മൾ അല്പം ഓയിൽ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. നിങ്ങൾക്ക് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അടിയിലോട്ട് കുറച്ച് ഓയിൽ തേച്ച് കൊടുത്താൽ മതി. ഉണ്ടല്ലോ. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള മസാല ഇതിലോട്ട് വെച്ച് കൊടുക്കണം. കുറച്ചധികം മസാല തന്നെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാലേ നല്ല ടേസ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇനി നമുക്കിത് പുറത്ത് പോകാത്ത വിധത്തിൽ ഒന്ന് ഉരുട്ടിയെടുക്കണം. ഇതിലൊന്ന് ചുറ്റിയെടുത്താൽ മതി. ഇതേപോലെ കവർ ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ കവർ ചെയ്തിട്ട് നല്ലോണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കൈവച്ചിട്ട് ഒന്ന് നമുക്ക് നല്ല ഷേപ്പാക്കി കൊടുക്കാം. ഒരു കട്ട്ലൈറ്റിൻ്റെയൊക്കെ ഷേപ്പില്ല, അതേപോലെ ആക്കി കൊടുത്താൽ മതി. ഇനി പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. കയ്യിലോട്ട് കുറച്ച് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഓയിലാക്കി കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി. മസാല പുറത്ത് വരാത്ത വിധത്തിൽ ഇങ്ങനെ ഒന്ന് കവർ ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി കേട്ടോ. അങ്ങനെ നമുക്ക് നല്ല രീതിയിലൊന്ന് ഇതേപോലെ ഷേപ്പാക്കി ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ചെയ്തെടുക്കാം. കൂടുതൽ കാണിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ 5 എണ്ണം പരത്തി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഫിൽ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല നേരിയതായിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ കിട്ടുന്നതാണ്. ഇനി നമുക്കൊരു കാര്യം കൂടി ഇതിന് ചെയ്യാനുണ്ട്. അതേ പാനിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചൂടായതിനു ശേഷം തീയൊന്ന് അല്പം കുറച്ച് കൊടുത്തിട്ട് നമുക്കിത് ഓരോന്നും ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഞാൻ 5 എണ്ണം ഒന്നിച്ചിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീ അല്പം കുറച്ച് കൊടുത്തിട്ട് നമുക്കൊരു ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് ലൈറ്റ് ഗോൾഡൻ, കൂടുതൽ കളറാവണ്ട. അതിൻ്റെ പുറം ഭാഗം മാത്രം ഒന്ന് പൊരിഞ്ഞ് കിട്ടിയാൽ മതി. അതുവരെ നമുക്ക് ഇങ്ങനെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ കണ്ടല്ലോ, രണ്ട് സൈഡും തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഞാനൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും കുറച്ചും കൂടി പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. നമ്മുടെ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നല്ല ചൂടുണ്ട്, അതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇത് പൊട്ടിച്ച് കാണിക്കാത്തത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ, അതോടൊപ്പം തന്നെ ഒരു ലൈക്കും കൂടി തരണേ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ചാനൽ ഒത്തിരി ഉണ്ട്, അതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയും നേരം എന്നെ കണ്ട് സഹിച്ചതിന് ഒത്തിരി താങ്ക്സ് കേട്ടോ.